കാനായിലെ കല്യാണ വീട്ടിലെ പ്രതിസന്ധിയിൽ, ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ അവരോടൊപ്പം പങ്കുചേർന്ന് തന്റെ തിരുക്കുമാരൻ വഴി അവർക്ക് ആശ്വാസമായി മാറിയ പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും ആശ്രയവുമായി കടന്നുവരുന്ന അനേകം അനുഭവങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയിൽ ആഴമായി ആശ്രയിക്കുന്ന ജീവിതങ്ങളെ അമ്മ അത്ഭുതകരമായി വഴി നടത്തിയിട്ടുള്ള ജീവിതാനുഭവങ്ങളാണ് ചങ്ങനാശ്ശേരി അതിരൂപത മാമ്മൂട് ലൂർദ് മാതാ ഇടവകാംഗമായ കുരിശുമൂട്ടിൽ ജോസഫ് തോമസ് എന്ന ജോസഫ് കുട്ടിക്ക് പറയാനുള്ളത്. കരിസ്മാറ്റിക് കൗൺസിലിംഗ് രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ജോസഫ് കുട്ടിക്ക് എന്നും ആശ്രയം പരിശുദ്ധ അമ്മയായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ മാമ്മൂട് എന്ന സ്ഥലത്ത് ഭാര്യയും 3 മക്കളും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പരിശുദ്ധ അമ്മയുടെ വ്യക്തവും ശക്തവുമായ ഇടപെടലുകളെക്കുറിച്ച് ഏറെ പങ്കുവയ്ക്കുവാനുണ്ട്. തങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തികവും സാമൂഹികവും ആത്മീയവുമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് അവർ ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് തന്റെ ജീവിതത്തിൽ ഇടപെട്ടത് എന്ന് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. 9 സഹോദരങ്ങൾ അടങ്ങുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിന് തന്റെ മാതാപിതാക്കന്മാരുടെ വിശ്വാസ തീക്ഷ്ണതയും മാതൃഭക്തിയും മാതാവിലേക്ക് കൂടുതൽ അടുക്കുവാൻ കാരണമായി. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങൾ 9 സഹോദരങ്ങളുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മച്ചിയുടെയും അച്ഛൻ്റെയും പ്രാർത്ഥനാ ജീവിതം ഇന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിന് അടിത്തറയാണ്. രാത്രിയുടെ യാമങ്ങളൊക്കെയും ഉണർന്നിരുന്ന ജപമാലയിലുന്ന അമ്മച്ചിയുടെ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. അതാണ് പരിശുദ്ധ അമ്മയിലേക്ക് കുഞ്ഞുനാൾ മുതൽ എന്നെ ആകർഷിക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള അടുത്ത ജീവിതത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്തുവാനും കാരണമായത്. അതുപോലെ കുഞ്ഞുനാൾ മുതൽ വളരെയേറെ രോഗങ്ങൾക്ക് ഞാൻ അടിമയായിരുന്നു. അപ്പോഴൊക്കെയും എൻ്റെ അമ്മ പാറയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവരികയും അടിമ വെക്കുകയും അമ്മയോടുള്ള വലിയ മധ്യസ്ഥതയിൽ എന്നെ വളർത്തിയെടുക്കുകയും ചെയ്തു. രോഗപീഠകളിലും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും ആശ്വാസമായിരുന്നു തന്റെ ജീവിതത്തിലെന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. 1978 മുതൽ 2 വർഷക്കാലം നിരന്തരമായ രോഗപീഠകൾ ഉണ്ടായ സമയത്ത് മാനസിക അസ്വസ്ഥത ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടുവാനും അമ്മയിൽ നിന്ന് ഏറെ ദൈവാനുഗ്രഹവും പിതാവിൻ്റെ ദൈവകരുണയും അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു. 89 ബാല്യകാലവും യൗവനവും എല്ലാം കഴിഞ്ഞു പോയെങ്കിലും പ്രാർത്ഥനയിലേറെ ശ്രദ്ധയുണ്ടായിരുന്നു. 89 എൻ്റെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടും തകർച്ചയും ബിസിനസ്സിൻ്റെ മേഖലയിൽ വളരെയേറെ തകർച്ചയും ഉണ്ടായി. വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന പല ബിസിനസ്സുകളും പല തൊഴിലുകളും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരിക്കൽ എനിക്ക് റബ്ബർ സ്ലോട്ടർ എടുക്കുന്ന ഒരു തൊഴിലുണ്ടായിരുന്നു. സ്ലോട്ടർ ട്രാപ്പിംഗ് നടത്തി വെട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ശക്തമായ മഴക്കാറ് കൊണ്ട് കയറി. കാറ്റും അടവിയുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വെട്ടിവെച്ച പാല് മുഴുവനും നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭീതി എന്നെ അലട്ടി. ഞാൻ ആ റബ്ബർ തോട്ടത്തിലേക്ക് മുട്ടുകുത്തിക്കൊണ്ട് ജപമാല കരങ്ങളെടുത്ത് ജപമാലയില്ലേ, അത്ഭുതമെന്ന് പറയട്ടെ, കാറ്റ് ആഞ്ഞു വീശുകയും കാർമേഘം മാറിപ്പോവുകയും ചെയ്തു. അതെന്നെ പരിശുദ്ധ അമ്മയോട് ഏറെ ആഴപ്പെടുത്തുകയായിരുന്നു. തന്റെ മക്കളുടെ സർവ്വകാര്യങ്ങളിലും പരിശുദ്ധ അമ്മ നിരന്തരം ശ്രദ്ധാലുവാണ്. ആത്മീയവും ഭൗതികവുമായ മേഖലകളിലെ ആവശ്യങ്ങളിൽ അമ്മ നമ്മെ സഹായിക്കുന്നു. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ തന്റെ സാമ്പത്തിക മേഖലകളിൽ അത്ഭുതകരമായ ഇടപെടലുകൾ പരിശുദ്ധ അമ്മ നടത്തിയെന്ന് സ്വന്തം ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. സാമ്പത്തികമായ മേഖലയിലാണ് പരിശുദ്ധ അമ്മ ഏറെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്.
വളരെയേറെ ലക്ഷം രൂപയുടെ കടബാധ്യതയിലേക്ക്, സാമ്പത്തിക തകർച്ചകളിലേക്ക്, ബിസിനസ്സിൻ്റെ മേഖലയുടെ തകർച്ചകളിലേക്കൊക്കെ, അതിലൂടെയൊക്കെ സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കപ്പെട്ട അവസ്ഥയിൽ വസ്തു വിറ്റ് കിട്ടി കടം വീട്ടുവാൻ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി. എൻ്റെ കയ്യിൽ നിന്ന് പണം ലഭിക്കാനുള്ളവർ പോലും വസ്തു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുവാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. ഈ അവസരത്തിലൊക്കെ വളരെയേറെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാലയിലേക്കൊക്കെ ചെയ്തു. ഈ അവസരത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പണം ലഭിക്കാനുള്ള ഒരു വ്യക്തി എൻ്റെ വസ്തുവിന് വില പറയുകയും അത് ഏറ്റവും കുറഞ്ഞ വിലയായിരുന്നു. തരാമെന്നൊരു മൂളിച്ച് ഞാൻ മൂളാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ അകത്തു നിന്ന് എന്നെ വിളിച്ചു. അച്ചായനോട് ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ പറയാം, അച്ചായനോടൊന്ന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അച്ചായനടുക്ക് ചെന്നാലത്തെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. രാവിലെ ഞാൻ അച്ചായനെ പോയി കണ്ടു. അച്ചായൻ പറഞ്ഞു, ഇവന് ജ്യേഷ്ഠൻ വരാനുണ്ട്, അപ്പം വസ്തുവിന് ചോദിച്ച ആളും എൻ്റെ കൂടെ ഉണ്ട്. അച്ചായൻ പറഞ്ഞു, ഇവന് ജ്യേഷ്ഠൻ നാളെ വരും, അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല. വീണ്ടും ആ രാത്രി മുഴുവനും വീണ്ടും ജപമാലയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ജ്യേഷ്ഠൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം കടം വീട്ടാനുള്ള പണം എനിക്ക് നൽകി. അതുകൊണ്ട് വസ്തു നല്ല വിലയ്ക്ക്, അല്പം താമസിച്ചാണെങ്കിലും നല്ല വിലയ്ക്ക് വിൽക്കുവാനും കടബാധകളെല്ലാം തീർക്കുവാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം ആ വസ്തു വിറ്റ് അവിടെ തന്നെ 2 വർഷക്കാലം വീണ്ടും വാടകയ്ക്ക് താമസിച്ചു. ആ സമയങ്ങളിലൊക്കെ സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും എനിക്കൊരു 1000 രൂപയുടെ അത്യാവശ്യം ഉണ്ടായി. അപ്പോഴേക്ക് മനസ്സിലേക്ക് ഒരു വ്യക്തിയുടെ രൂപം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഞാൻ വേഗം ഒരു ആത്മീയ സുഹൃത്തായിരുന്നു. ആത്മീയ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അദ്ദേഹം വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്നെ പ്രതീക്ഷിച്ച്. എന്നെ കണ്ട ഉടനെ പ്രൈസ്തലോട് പറഞ്ഞു, 1000 രൂപ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് പറഞ്ഞു, മാതാവ് പറഞ്ഞു എൻ്റെ മകൻ വരുന്നുണ്ട്, അവന് നീ 1000 രൂപ കൊടുത്തു വിടണം. അതിനുശേഷം വലിയൊരു ജപ്തിയിലേക്ക് ഞാൻ വീണ്ടും വന്നു. 16,000 രൂപയുടെ ജപ്തിയായിരുന്നു. ഒരു ദിവസം ഉച്ച സമയത്ത് വില്ലേജ് ഓഫീസറും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും കൂടി ഭവനത്തിലേക്ക് കയറി വന്നു. അവർ പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ കഴുത്തി കിടന്ന ജയമാലയിലേക്ക് ഇറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ സഹായിക്കണം. അപ്പോൾ ഞാൻ ഒരു സ്വരം ഇപ്രകാരം കേട്ടു, ദൈവസ്വരം നിന്നിലേക്ക് ഇപ്പോൾ കടന്നു വരും. ഞാൻ കേട്ട സ്വരം ഇതായിരുന്നു, വേഗം ജയകൃഷ്ണൻ കവലയിലേക്ക് പോവുക. ഞാൻ വേഗം കവലയിലേക്ക് പോവുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നെ പലപ്പോഴും സഹായിക്കുന്ന, എന്നെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു ചേട്ടനും എന്നെ കൈകൂട്ടി വിളിച്ചു. എങ്ങോട്ടാണ് ഈ ഓടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ജപ്തി വന്നിട്ടുണ്ട്. എത്ര രൂപയുടെയാണ്? 16,000 രൂപയുടെ ജപ്തിയാണ്. അതിന് ഓടിയാൽ ഒക്കുവോ? ഇങ്ങോട്ട് പോയി ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടയ്ക്കകത്തേക്ക് കയറി മേശയ്ക്കകത്തു നിന്ന് രൂപ എനിക്ക് എടുത്തു തന്നിട്ട് പറഞ്ഞു, 1 മാസമോ 2 മാസം കഴിഞ്ഞ് തന്നാൽ മതി, ഇപ്പം പോയി ജപ്തി കടം തീർക്കാൻ പറഞ്ഞു. അവിടെയൊക്കെ പരിശുദ്ധ അമ്മ തൻ്റെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആ സമാധാനവും സന്തോഷവും, ഒരു മാതൃസ്നേഹത്തിൻ്റെ ആ അരുവി നമ്മുടെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്ന അനുഭവം ഒരിക്കലും പരിശുദ്ധ അമ്മയെ അകന്നു ജീവിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ ജീവിതത്തെ വലയം ചെയ്യുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാവുകയായിരുന്നു. പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും അമ്മ അറിഞ്ഞു നിറവേറ്റുമെന്ന് ജോസഫ് കുട്ടിയുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഓരോ ചെറിയ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും പോലും പരിശുദ്ധ അമ്മ ഇടപെടുന്ന ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സാമ്പത്തികവും
പൊതുവായ ആത്മീയതയും എൻ്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിലേക്കും പരിശുദ്ധ അമ്മ ഇടപെട്ട വഴികൾ. രണ്ടാമത്തെ മകൻ ജോബ് കൊടിയ ദാരിദ്ര്യത്തിലാണ് അവൻ ജനിക്കുന്നത്. ഒരു നേരം പോലും ശരിയായ ഭക്ഷണം കഴിക്കുവാൻ ഇല്ലാഞ്ഞ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ അവനെ ജോബെന്ന് വിളിച്ചു. അവൻ്റെ ജീവിതത്തിലെ SLCയുടെ കാലഘട്ടം വരെയും അവനൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക. ഇപ്പോൾ അവന് സെമിനാരിയിലാണ്, 6ാം വർഷം MCBS സെമിനാരിയിലാണ്. മൂത്ത മകൻ സോളമൻ, അവൻ LKG പഠിക്കുന്ന സമയത്ത് ജോബ് ജനിക്കുമ്പോൾ കൊടിയ ദാരിദ്ര്യമായിരുന്നെങ്കിലും ജനിക്കുമ്പോൾ 3.5 കിലോ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ആ സമയത്ത് അവനെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് സബർജ്യം കഴിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അവൾ എന്നോട് പറഞ്ഞില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൊണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തും ഭാര്യയും കൂടി കാണുവാൻ വീട്ടിൽ വന്നപ്പോൾ അവർ കൊണ്ടുവന്നത് സബർജിനാണ്. അത്രയേറെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. സോളമൻ LKG പഠിക്കുന്ന സമയം എന്നും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, പാപ്പാ ഞാൻ മാത്രമാണ് എന്നും സ്കൂളിലെ ചമ്മന്തിയും കൊണ്ട് പോവുക, നാളെ എനിക്ക് മീൻ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, നാളെ മോനെ മീൻ കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ, ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അവനെ പ്രാർത്ഥിച്ച് മടിയിൽ കിടത്തി ഉറക്കി. ഉറങ്ങുന്ന സമയത്തും അവനോട് ചോദിച്ചു, മീൻ മേടിക്കാൻ പോകുമോ എന്ന്. ഞാൻ പറഞ്ഞു പോകും. അവനെ ഉറക്കി മാറ്റിക്കിടത്തിയിട്ട് ഞാൻ മുട്ടകുത്തി നിന്നുകൊണ്ട് ജപമാല ചൊല്ലുകയാണ്. എന്തിനും ഏതിനും ആദ്യം തന്നെ ആശ്രയിക്കുവാൻ, പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുവാനുള്ള ഒരു പരിശീലനം എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജപമാല ചൊല്ലി 2 രഹസ്യം കഴിഞ്ഞപ്പോൾ ഒരു ബൈക്ക് വീടിൻ്റെ വാതിൽക്കൽ മുറ്റത്ത് വന്ന് നിന്നു. ഞാൻ കതക് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്. ഒരു കയ്യിൽ വലിയൊരു മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് മീൻ? അവൻ പറഞ്ഞു, വന്ന വഴിക്ക് മീൻ നല്ല വിലക്കുറവുണ്ടായിരുന്നു, ഒരെണ്ണം ജോസഫ് കൂട്ടിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാണ്. തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. സ്വപ്നങ്ങളിലൂടെ പരിശുദ്ധ അമ്മ തന്നെ നയിക്കുന്ന അനുഭവം അദ്ദേഹത്തിന് എന്നും ശക്തി പകർന്നു. ജീവിത വിശുദ്ധിയുടെയും ജപമാല പ്രാർത്ഥനയുടെയും ആവശ്യകത പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സഹായവുമായി മാതാവ് കതകിൽ മുട്ടുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും. അതിനുശേഷം വീണ്ടും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ വീട് വിട്ടുമാറി ചെറിയൊരു വീടും സ്ഥലവുമായി ഇപ്പം താമസിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മകനെ കൂടി ജന്മം കൊടുക്കുവാൻ പരിശുദ്ധ അമ്മ എന്നോട് ആവശ്യപ്പെട്ടു. അവൻ്റെ പേരും എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അവന് ജന്മം കൊടുത്തു. വിശുദ്ധി കുടുംബജീവിതത്തിലെ തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നും വ്യക്തിപരമായി പ്രാർത്ഥിച്ച് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നിന്നെ സംഭവിച്ചു പോയ തിന്മകളിൽ നിന്നും നീ മോചനം നേടണമെന്നും അതിന് നിരന്തരമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവതാവിൻ്റെ കരുണ യാചിക്കണമെന്നും പരിശുദ്ധയമ്മ പലപ്പോഴും സ്വപ്നങ്ങളിലൂടെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ലൂക്കിന് ജന്മം കൊടുത്തു കഴിഞ്ഞ് 8 മാസമായപ്പോൾ അന്നും ദാരിദ്ര്യമാണ് വീട്ടിൽ. പക്ഷേ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടി ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ തീറ്റിപ്പോറ്റിക്കൊണ്ട് പോകുന്ന വലിയൊരു അനുഭവം, അത് വലിയ സ്നേഹത്തിൻ്റെ നീർച്ചാല് പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുരുന്ന് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇന്നും സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എൻ്റെ ഒരു ആത്മീയ സുഹൃത്ത് ചങ്ങനാശ്ശേരി ക്ലാസിക് കോൺവെൻറ്റിൽ
സിസ്റ്റർ പേഷ്യൻസ് അമ്മ മരിച്ചുപോയി. ഒരിക്കലും ഒരു ഞായറാഴ്ച ദിവസം എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനിന്ന് വരത്തില്ല, ഞായറാഴ്ചയാണെന്ന് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഇന്നത്തെ കാര്യം നാളെ നടക്കത്തില്ല, നീ വരാൻ പറഞ്ഞു ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു വരത്തില്ല. അപ്പോൾ നിർബന്ധം പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പോകാത്തതിൻ്റെ കാരണം വീട്ടിൽ നിന്ന് പട്ടിണിയാണ്. ഞായറാഴ്ച ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് അമ്മ ചോറ് തരും. കുഞ്ഞുങ്ങളും ഗർഭിണിയായിരിക്കുന്ന ഭാര്യയും പട്ടിണിക്കിരിക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? എങ്കിലും നിർബന്ധം മൂലം ഞാൻ പോയി. ഞാൻ അവിടെ ചെന്നു, സിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അതിനിടയ്ക്ക് അമ്മ എനിക്ക് ചോറ് തന്നു. അമ്മ യഥാർത്ഥത്തിൽ വഴക്ക് പറഞ്ഞാണ് എന്നെ ചോറ് ആഹാരം കഴിപ്പിച്ചത്. തിരിച്ച് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ വാതിക്കലെടുത്തപ്പോഴത്തേക്ക് വാതിക്കൽ മൂത്ത 2 പേര് നിൽപ്പുണ്ട്. എന്നോട് പറഞ്ഞു, അപ്പോൾ ഒരു അങ്കിൾ വാങ്ങിയിട്ട് ഇവിടെ വന്നു, ആദ്യം വരികയാണ് ഇവിടെ, ഒത്തിരി സാധനം കൊണ്ടുവന്നു. ഞാൻ അകത്ത് കയറി നോക്കിയപ്പോൾ ഡൈനിങ് ടേബിൾ നിറച്ച് സാധനങ്ങളാണ്. അലുവ, കേക്ക്, താറാമുട്ട, കോഴിമുട്ട, ഏത്തപ്പഴം, ഞാലിപ്പൂവും പഴം, ഈന്തപ്പഴം, അങ്ങനെ ഒരു 6 മാസത്തേക്ക് പിള്ളേർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ. യഥാർത്ഥത്തിൽ എളിമയുടെ താഴ്വരയിലേക്ക് കടന്നു വരാതെ ദൈവിക സ്പർശനം, ദൈവിക ഇടപെടൽ നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ലെന്ന് ഒരിക്കൽ പരിശുദ്ധയമ്മ സ്വപ്നത്തിൽ കൂടി എനിക്ക് പറഞ്ഞു തന്നു. മൂത്ത മകൻ ഒരിക്കൽ ശക്തമായ പനി അനുഭവപ്പെട്ടു. വെളുക്കുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചു. നേരം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും നടക്കത്തില്ല, കാരണം പൈസയില്ല. ഏതോ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങി, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. ആ രാത്രിയിലും പരിശുദ്ധയമ്മ സ്വപ്നത്തിൽ കൂടെ അമ്മ കടന്നു വന്ന മകനെ സ്പർശിക്കുന്നത് ഞാൻ കണ്ടു. നേരമെടുത്തപ്പോൾ അവൻ സ്കൂളിൽ പോയി. അതിനുശേഷം ലൂക്ക്, ഇളയ മകൻ ലൂക്ക്, പരിശുദ്ധമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പേരാണ് ലൂക്ക് എന്നുള്ള പേര്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയമായി. പൈസയില്ല. ഡോക്ടർ പറഞ്ഞു ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഭാര്യ പറഞ്ഞു, നാളെ എങ്കിലും ഹോസ്പിറ്റലിൽ പോയി നോക്കുകയില്ല. ഞാൻ പറഞ്ഞു, ഉറങ്ങിക്കോ, പരിശുദ്ധ അമ്മ സഹായിച്ചോളൂ. ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മുട്ട കുത്തി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടാണ് ഇതിനെല്ലാം പോയത് ഞാൻ. അപ്പോഴേക്കും കഥകളിൽ മുട്ടുന്ന സ്വരം കേട്ടു. കഥ തുറന്നു നോക്കി ഞാൻ. അപ്പോൾ എൻ്റെ തൊട്ടയൽവാസി അല്ലെങ്കിലും കുറച്ചകന്ന് താമസിക്കുന്ന ഒരു മനുഷ്യനാണ്, സഹോദരനാണ്. എന്നോട് പറഞ്ഞു, ഞാൻ കുളിക്കാൻ കയറിയതാണ്. അല്പം പ്രാർത്ഥന അനുഭവമുള്ളൊരു വ്യക്തിയുമാണ്. ഞാൻ കുളിക്കാൻ കയറിയതാണ്. ജോസഫ് കുട്ടിയെ കാണണമെന്ന് പരിശുദ്ധ അമ്മ നിർബന്ധമായിട്ട് എന്നോട് പറഞ്ഞു. അതിന് വന്നതാണ്. 2000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. രാവിലെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മിക്കവാറും 99% ഓപ്പറേഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മുകളിൽ കേട്ടു. അവിടുന്ന് ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുകയാണ്. ഞാൻ തലക്കൈ വെച്ച് പ്രാർത്ഥിച്ചു വിട്ടു. അല്പനേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു, ഓപ്പറേഷന് തയ്യാറാണോ? ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറെ 10 മിനിറ്റ് കൂടെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ ചാപ്പലിൽ പോയി, സെൻറ് തോമസ് ഹോസ്പിറ്റൽ, ചെത്തുപ്പേട് സെൻറ് തോമസ് ഹോസ്പിറ്റലിലാണ്. ഞാൻ ചാപ്പലിലൂടെ പോയി കമന്ന് കിടക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് എന്നെ വിളിച്ചു. പ്രസവിച്ചു, കുട്ടിയാണാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഞാൻ ലേബർ റൂമിൻ്റെ വാതിക്കലേക്ക് ചെല്ലുമ്പോൾ നേഴ്സ് കുട്ടീനെ എടുത്തുകൊണ്ട് നിൽക്കുക. എൻ്റെ കയ്യിലൂടെ തന്നപ്പോൾ ഞാൻ ലൂക്ക എന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു.
സ്വീറ്റ്ന എന്ന് പറയുന്ന പലഹാരം കൊണ്ടുവന്ന് കണ്ണാടിപ്പെട്ടിക്കകത്തേക്ക് അടുക്കി വെക്കുക. അന്ന് അതിൻ്റെ വില ഏതാണ്ട് 3 രൂപയുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വില ചോദിച്ചപ്പോൾ പറഞ്ഞു 3 രൂപയാണെന്ന് പറഞ്ഞു. വേണം ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നും പറഞ്ഞു. കാരണം 3 രൂപ എടുക്കാൻ കയ്യിലില്ല. നമ്മൾ എത്രമാത്രം എളിമപ്പെടുവാൻ തയ്യാറുണ്ടോ, അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. എളിമപ്പെടുക. എളിമപ്പെടാതെ ജീവിതത്തിലേക്ക് ദൈവിക സാന്നിധ്യം, എൻ്റെ പുത്രൻ്റെ അനുഗ്രഹം, ദൈവപിതാവിൻ്റെ കരുണ ഒഴുകി ഇറങ്ങുകയില്ല. ഞാൻ വലിയൊരു കൊക്കയുടെ തിട്ടയിൽ നിൽക്കുകയാണ്, ഒരു സ്വപ്നം കാണുകയാണ് ഞാൻ. എന്നിട്ട് ആ പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നീ മരിച്ചാൽ നിത്യതയിൽ എത്തിച്ചേരുമോ? ഒരാളെന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ 2 പേര് അവിടെ വരെ വരികയാണ്, വീട്ടിലോട്ട് വരികയാണ്, വരട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരുക. അവർ വന്നത് ഈസ്റ്ററിന് വേണ്ട സകല സാധന സാമഗ്രികളുമായിട്ടാണ്. എൻ്റെ ഹൃദയഭാവം ഞാൻ പൂർണ്ണമായും കണ്ടു. എന്നെ കാണിച്ചു പരിശുദ്ധ അമ്മ.